സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദങ്ങൾക്ക് തീപിടിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കനക്കുന്നതിനിടെ പുതിയ ആരോപണങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തെ കൂടുതൽ കടുപ്പത്തിലാക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെ തളർത്താൻ പെണ്ണ് കേസുകൾ ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി UDF വൃത്തങ്ങൾ രംഗത്ത്. പ്രത്യേകിച്ച് CPM-നെതിരെയാണ് ഈ വിമർശനം ശക്തമാകുന്നത്. പ്രധാന തിരഞ്ഞെടുപ്പുകളായാലും ഉപതെരഞ്ഞെടുപ്പുകളായാലും ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം നേടാനാണ് ശ്രമമെന്ന ആരോപണമാണ് ഉയരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചില സംഭവങ്ങളും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിനിടെ KPCC പ്രസിഡന്റ് K സുധാകരനെ ചുറ്റിപ്പറ്റിയിരുന്ന വിവാദങ്ങൾ ശമിച്ചതോടെ പുതിയ ലക്ഷ്യങ്ങളെ തേടുകയാണ് CPM എന്ന വിമർശനവും ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതും ചർച്ചയാകുന്നു. ജനപിന്തുണ അദ്ദേഹത്തിന് അനുകൂലമായതിനാലാകാമെന്ന് UDF വാദിക്കുന്നു. ഇതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് നേതാവും സമുദായത്തിന്റെ ആത്മീയ നേതാവുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുറ്റിപ്പറ്റി പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഷാനു എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ശിഹാബ് തങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളും അശ്ലീല ചാറ്റുകളുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടതായി പ്രചരിക്കുന്നു. എന്നാൽ ഈ അക്കൗണ്ടിന്റെ വിശ്വാസ്യത തന്നെ സംശയത്തിലാണ്. പോസ്റ്റിൽ ഉപയോഗിച്ച ചിത്രവും വലിയ സംശയങ്ങൾ ഉയർത്തുന്നു. പ്രായം കൂടിയ വ്യക്തിയുടെ മുഖസവിശേഷതകളോട് യോജിക്കാത്ത ശരീരഘടനയാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു. ഇതോടെ ഇത് കെട്ടിച്ചമച്ച പ്രചാരണമാണെന്ന വാദവുമായി അനുയായികളും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സൃഷ്ടിച്ച വ്യാജ വിവാദമാണെന്നാണ് അവരുടെ ആരോപണം. ആരോപണങ്ങൾക്കും മറുപടികൾക്കുമിടയിൽ സത്യാവസ്ഥ എന്താണെന്നത് വ്യക്തമാകാനിരിക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ പ്രചാരങ്ങളുടെ വിശ്വാസ്യത വീണ്ടും ചർച്ചയാകുന്നു.